പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. അനേകായിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന ഓർത്തഡോക്സ് സഭ പത്തനംതിട്ടയിൽ സ്ഥാപിച്ച പത്തനംതിട്ട കാതോലിക് കോളേജ് 75 വർഷം പിന്നിടുന്നു. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെമ്പാടും നിരവധി പ്രമുഖരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്ത കൂടിയായിട്ടുള്ള ഡോക്ടർ സറാഫിൻ മെത്രാപ്പൊലീത്തയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തിരുമേനി, എങ്ങനെയാണ് 25 വർഷത്തെ നമ്മുടെ കോളേജിന്റെ ആഘോഷങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്? ഈ ആഘോഷങ്ങൾക്ക് വിവിധ തലങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ കോളേജിന്റെ അക്കാഡമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു, കുറെ കൂടെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആഘോഷങ്ങളാണ് ഒരു വശത്തുള്ളത്. മറുവശത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. PM ഉഷയുടെ റൂസ ഫണ്ടിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന തുകയോട് ചേർത്ത് പുതിയ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാൻറ്റീൻ നവീകരിക്കുന്നുണ്ട്. ബോയ്സ് ഹോസ്റ്റല് ഈ പറയുന്ന പോലെ 75 വർഷം പഴക്കമുള്ളതായിരുന്നു, അത് നവീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ അലൂമിനായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, അവരുടെ ചാപ്റ്ററുകളുണ്ട്. അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനം, റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സമ്മേളനം ഓൾറെഡി ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും അത് വീണ്ടും നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സെമിനാറുകൾ ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു ജോബ് ഫെസ്റ്റ്, ഒരു നോളജ് ഫെസ്റ്റ്, ഇതൊക്കെ കോളേജിൽ ഈ വർഷം നടത്തുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഒരു വില്ലേജ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ 5 വില്ലേജുകൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കൂണ് കൃഷി ചെയ്യുവാനായിട്ടുള്ള പരിശീലനങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന 75 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുവാൻ, അത് അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നൽകുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കോളേജുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ആഘോഷങ്ങൾ നടത്തുക. മലയോര മേഖലയിലെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ഒരു ആശയം ഈ മേഖലയിലേക്ക്, ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുണ്ടായപ്പോൾ ആരൊക്കെയായിരുന്നു തിരുമേനിയുടെ ഓർമ്മയിൽ വരുന്ന പൂർവ്വപിതാക്കന്മാർ? ഇതിന് തുടക്കം കുറിച്ചത് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി എന്ന് പറയുന്ന തുമ്പോൺ ഭദ്രാസനത്തിന്റെ അധിപനായിരുന്ന ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയാണ്. ഇപ്പോൾ കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് അന്നൊരു സ്കൂളായിരുന്നു, കാതോലിക്കറ്റ് സ്കൂള് ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിന്റെ സ്ഥലത്തേക്ക് മാറി കോളേജിന് പെർമിഷൻ കിട്ടിയപ്പോൾ ഇവിടെ അത് സ്ഥാപിക്കുകയായിരുന്നു. അന്ന് പരിശുദ്ധ കാതോലിക്ക ബാവായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള അന്നത്തെ തലവൻ. ആ കാലഘട്ടത്തിൽ പൊതുവെ സഭ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം സംഭാവനകൾ നൽകിയ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെ ഒരു വലിയ ദർശനമായിരുന്നു. ഈ കേരള സംസ്ഥാന കേരളത്തിൽ അന്ന് ആ ഒരു ചിന്ത കേരളം എന്ന് പറയാനായിട്ടില്ലായിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് നിർമ്മിതി സാധിക്കുകയുള്ളൂ എന്നുള്ള പൂർണ്ണ വിചാരത്തോടെ അദ്ദേഹം ആരംഭിച്ചു. അതിനുശേഷം പത്തനംതിട്ടയിൽ വളരെ വിപ്ലവകരമായ ഒരു തുടക്കമായിരുന്നു കാതോലിക്കറ്റ് സ്കൂളും കോളേജും. പ്രത്യേകിച്ചും ഒരു കർഷക മേഖല, ഒരു മലയോര മേഖല, ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് അന്നത്തെ വലിയ ആഗ്രഹമായിരുന്നു. അതിന്റെ പ്രതിസ്പന്ദനങ്ങളാണ് ഇപ്പോൾ കാണുന്ന പത്തനംതിട്ടയും. പത്തനംതിട്ടയ്ക്ക് വെളിയിൽ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ധാരാളം മഹാന്മാരും മഹതികള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളത് പത്തനംതിട്ടയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊരു ദീർഘദർശനം ഇതിന് പിന്നിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. നാക് അക്രഡിറ്റേഷന്റെ A++ നേടിയിട്ടുള്ള ഈ കോളേജിന്റെ 75ാമത്തെ വർഷത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. നമുക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള ആലോചനകളും അദ്ദേഹത്തിന്റെ സമയവും ഒക്കെ ക്രമീകരിച്ച് പരിശുദ്ധ ബാവ തിരുമേനിയും തീർച്ചയായിട്ടും അതിനകത്തുണ്ടായിരിക്കണമല്ലോ. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രോഗ്രാമുകളിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് പ്രമുഖരും ഒക്കെ ഇവിടെ വരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സാംസ്കാരിക നായകർ ഇവിടെ വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അത്തരത്തിലാണ് നമ്മുടെ പൊതു ക്രമീകരണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് കോളേജിന്റെ 75ാം വാർഷികത്തിൽ കാതോലിക് കോളേജിൽ ഇതിന്റെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളതെന്നാണ്
തിരുമേനി നമ്മളോടൊപ്പം അറിയിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.